ചികിത്സാ കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോവാം. ദേവനാരായണന്റെ മേഴത്തൂർ ഭഗവതി ഏറ്റെടുത്തു കഴിഞ്ഞു. ഇനി ധൈര്യമായിട്ട് വരിക. എവിടേക്കാ? ഞാനും കൂടി. അവിടെ മറ്റാർക്കും പ്രവേശനമില്ല. ആയിക്കോട്ടെ. വരിക. അമ്മേ, ഇരിക്കുക. ആദ്യം ഈ ജീർണ വസ്ത്രം അങ്ങോട്ട് അഴിച്ചു മാറ്റാം. മാനവേദ, കണ്ണടച്ചോളൂട്ടോ. വെടികൊണ്ട കഴുകനെ പോലെ നടക്കണേ. അല്ല, അതാരാ അവിടെ നൃത്തം ചെയ്യുന്നേ? കലാമണ്ഡലം പാറക്കുട്ടിയമ്മ. അങ്ങനെ വരട്ടെ. ആ താളം കേട്ടപ്പോഴേ തോന്നി. എന്താ കാണണോ എനിക്ക്? ഏയ്, വെറുതെ ചോദിച്ചു. ഇവിടെ അങ്ങനെ വെറുതെ ഓരോ വീട്ടിത്തരങ്ങൾ ചോദിക്കണ്ട. ചോദിക്കാൻ പാടില്ലല്ലേ? പിന്നെ അത്ര നിർബന്ധാച്ചാ പറയാം. അത് ഇവിടത്തെ കുഞ്ഞാ, സീതാലക്ഷ്മി. അയ്യോ, അപ്പൊ ഇന്നലെ രാത്രി ആ കുട്ടിയല്ലേ? അതൊന്നും അവിടെ ഒരു വിഷയമല്ല. ഇന്നലെ ഉന്മാദം, ഇന്ന് നൃത്തം, നാളെ ഹരികഥാ കാലക്ഷേപം. ഓരോ ദിവസവും ഓരോ പ്രകൃത. ഇനിയിപ്പോ മേഴത്തൂർ മഠം തലകീഴായി നിന്നും തന്നെ ഇങ്ങോട്ട് വിചാരിക്കുക. നിർത്തില്ല ആ കുട്ടി നൃത്ത സാധകം. ഇതങ്ങോട്ട് സേവിക്കില്ല. രോഗിയുടെ കൂടെ നിൽക്കുന്ന ആളെ കഷായം സേവിക്കണോ? തനിക്കല്ലോ ശുംഭ. ദേവനാരായണൻ എവിടുന്ന് കിട്ടിയ ആ മഹാമനുഷ്യൻ ഇങ്ങനെ ഒരു വിദ്യയെ? അതെങ്ങനെയാ തിരുമേനി? ഏത് കാലത്തും ഏത് മഹാപണ്ഡിതന്റെയും കൂടെ ഒരു വിധി ഉണ്ടാവും. ഉണ്ടാവുമല്ലോ. ഇവിടെ വൈദ്യമഠം തിരുമേനിയുടെ കൂടെ താങ്കളില്ലേ? അതുപോലെ തന്നെ. ഭരണമുനി മനസ്സിൽ കണ്ടത് സീതാലക്ഷ്മി മുദ്രയെ ആവാഹിക്ക. ലക്ഷണശാസ്ത്രം ഇത്ര വിദഗ്ധമായിട്ട് പ്രയോഗിക്കുന്ന മറ്റൊരു കുട്ടി എന്റെ ശിഷ്യഗണത്തിലില്ല. ക്ഷീണമുണ്ടോ എന്റെ കുട്ടിക്ക്? ഇല്ല ഓപ്പോളെ, ഇത് ആദ്യമായിട്ടാണോ ഞാൻ? വയ്യാണ്ടിരിക്കുന്ന കുട്ടിയാണെന്നുള്ള വിചാരം ഇല്ലെന്ന് വെച്ചാ എന്താ ചെയ്യാ? വെറുതെ ഇരിക്കുമ്പോഴേ എനിക്ക് വയ്യായിട്ട് തോന്നാ. മേഴത്തൂർ ഭഗവതിയെ നോക്കിക്കാണായിരുന്നു. ചോദിച്ചോളൂ, എന്തുവരാ വേണ്ടത്? ഇന്നലെ ഉറങ്ങി തുള്ളുമ്പോ ചോദിക്കായിരുന്നില്ലേ? ആ രൗദ്രഭാവം കണ്ടപ്പോ പേടിച്ചു പോയി. സമയാവട്ടെ, വരം ചോദിച്ചു വാങ്ങും ഞാൻ. പാരമ്പര്യമായിട്ട് മേഴത്തൂർ മഠത്തിനൊരു സൽപ്പേരുണ്ട്. അത് പോരെ ബ്രഹ്മരക്ഷ. പോരാഞ്ഞിട്ടല്ല വല്ല മാമേ. ഹരി ഇങ്ങനെ ഒരു പോസിബിലിറ്റിയെ കുറിച്ച് പറഞ്ഞപ്പോ ഹരി ആള് നിന്റെ അളിയനൊക്കെ തന്നെയാ. പക്ഷെ അവന് വട്ട. എന്താ ഇവിടെ ഒരു ഗൂഢാലോചന? ബ്രഹ്മരക്ഷൻ ചില പ്രോജക്ടുകളെ കുറിച്ച് പറയായിരുന്നു. ഈ സായിപ്പന്മാര് ചാടി വീഴുന്ന പരിപാടികളത്രേ. അയ്യോ, സായിപ്പന്മാരെ ചാടിക്കുക, വീഴ്ത്തുക, പിന്നെ ചികിത്സിക്കുക, അതൊക്കെ ഭയങ്കര റിസ്ക് അല്ലേ ഏട്ടാ? മുത്തശ്ശ, എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നലെ എന്റെ പരാക്രമം? ആരെങ്കിലും ഉപദ്രവിച്ചോ ഞാൻ? എന്റെ മോള് ആരും ഉപദ്രവിച്ചിട്ടില്ല. കണ്ടോ, നീ ഒരു ഒറ്റ
തമ്പന് തെക്കേ പഠിപ്പുരയിലെ ഓപ്പോൾ പറഞ്ഞു. പരിചയപ്പെടണ്ടേ നിനക്ക്? ഉം. ഉം. മൂദേവി പയ്യൊന്ന് മാറുക. പ്രാതലായിരിക്കും അല്ലേ? അല്ല, നല്ല പാലട പ്രഥമന. എന്താ കഴിക്കില്ലേ? ഇത് ദേവനാരായണുള്ളതാ. ആ അടുക്കളപ്പുറത്തോട്ട് ചെല്ലുക. അതിഥികളെ അപമാനിക്കരുത് തിരുമേനി. ദേവേട്ടന്റെ അത്രക്കില്ലെങ്കിലും ഞാനൊരു കലാകാരനാ. കലാകാരന്മാരെ തീറ്റിപ്പോറ്റാൻ ഇതെന്താ സ്വാതിരുന്നാളുടെ കൊട്ടാര? അവിടെ അങ്ങനെ ഒരു ഏർപ്പാടുണ്ടായിരുന്നോ? ഞാൻ അറിഞ്ഞിട്ടില്ലല്ലോ. അല്ല, ഈ കൊട്ടാരം എവിടെ ആയിട്ട് വരും തിരുമേനി? താൻ എന്നെ പരിഹസിക്കുക? ഏയ്, ഞാൻ ബുദ്ധിയുള്ളവരെ മാത്രമേ പരിഹസിക്കാറുള്ളൂ. അത് തന്റെ ഗുരുത്വം. ഇത് അകത്തോട്ട് കൊണ്ട് കൊടുക്കുക. അദ്ദേഹം ഉറങ്ങാണ്, ഉണരുമ്പോ കൊടുത്തോളാം. ആര് നക്കരുത്. ഓ എന്ന്. നല്ല ഉറക്കാണല്ലോ. വിളിച്ചാലോ? വേണ്ട, വിശപ്പുണ്ടെങ്കിൽ ഇങ്ങനെ കിടന്നുറങ്ങില്ല. പൂരവും പഞ്ചവാദ്യം തകിലടിയും താലപ്പൊലിയും ഒക്കെ ഉപേക്ഷിച്ച് ഇവിടെ തന്നെ അങ്ങോട്ട് പൊറുതിയാക്കിയാലും തോന്നുക ഇതൊക്കെ കാണുമ്പോ. കുഴമ്പ് തേച്ചുള്ള കുളി, നെയ്യിട്ട കുത്തിരിക്കഞ്ഞി, ഉപ്പിലിട്ട മാങ്ങ. രണ്ട് കാര്യത്തിന്റെ കുറവേ ഇവിടെ ഉള്ളൂ. ഒന്ന് എന്റെ അമ്മിണി, രണ്ട് ഇത്തിരി മീൻകറി. ഒരു ലേശം കോഴിയിറച്ചിയും കൂടി ആയാലോ? അതൊക്കെ ബുദ്ധിമുട്ടാവില്ലേ? അതാരാ ചോദിച്ചത്? മഠമല്ലേ? അശരീരിയാവും. ശരീരല്ല, ഞാനാ ചോദിച്ചേ. വല്ലാതെ വിശന്നോണ്ട് എടുക്കട്ടെ ദേവേട്ടന്? വിശപ്പില്ല, നീ കഴിച്ചോളൂ. കല്ലാവൂർ ദേവനാരായണൻ അല്ലേ? കേട്ടിട്ടുണ്ട് ഒരുപാട്. മദ്യപാനി, തെമ്മാടി, സ്ത്രീലമ്പടൻ. ഇടം കൈ ശുദ്ധിയില്ലാത്ത, സാത്വിക ഭാവമില്ലാത്ത, സ്വന്തമായൊരു മേളം മെനഞ്ഞെടുക്കാൻ പോലും കഴിഞ്ഞിട്ടില്ലാത്ത താങ്കൾക്ക് ആരാണ് ഹേ താളവാദ്യ കലയുടെ കുലപതി എന്ന പട്ടം ചാർത്തി തന്നത്? ലജ്ജയില്ലേ നിങ്ങൾക്ക് ആ പൊയ്ക്കിരീടവും വെച്ച് തല ഉയർത്തിപ്പിടിച്ച് നടക്കാൻ? ക്ഷമിക്ക, പറഞ്ഞതൊക്കെ നാട്ടിലെ അസൂയക്കാരും അച്ഛന്മാരും ഒക്കെ താങ്കളെ കുറിച്ച് പറഞ്ഞു നടക്കുന്ന അപവാദങ്ങളാണ്. ഞാനതെന്തിനിവിടെ ആവർത്തിച്ചെന്ന് ചോദിച്ചാ കേട്ടിട്ടുണ്ട് ക്ഷിപ്രകോപിയാണെന്ന്. ആ വീരരസം ഒന്ന് നേരിട്ട് കാണാൻ വേണ്ടി മാത്രം. മാപ്പാക്കണം. പറഞ്ഞത് നന്നായി. ഇന്നലെ രാത്രി കണ്ടതാണ് ഞാൻ നിന്റെ പ്രാണസങ്കടം മുഴുവൻ. കേട്ടതാണ് തിരുമേനിയിൽ നിന്ന് നിന്റെ കണ്ണീരിന്റെ പുരാണം. അതോർത്ത്, ആ ഒരൊറ്റ കാര്യം ഓർത്ത് സർവേശ്വരന്മാരെ മനസ്സിൽ ധ്യാനിച്ച് ക്ഷമിക്കുകയായിരുന്നു ഞാൻ. അല്ലെങ്കിൽ ഈ ഇടതുകൈ മതി നിന്റെ 32 പല്ലും തെറിപ്പിച്ച് ഈ മേഴത്തൂർ മഠത്തിന്റെ മേൽപ്പുര മൂടാൻ. വിരൽത്തുമ്പത്ത് മാത്രമല്ല, നാത്തുമ്പത്തും സരസ്വതി. കുറച്ചു നാളത്തേക്കാണെങ്കിലും ഈ മേഴത്തൂർ മഠത്തിൽ വന്ന് അവതരിച്ച് അനുഗ്രഹിച്ചതിന് നന്ദി. മനസ്സിലായില്ല. ഇത് കുറെ മനുഷ്യന്മാരാ. അത് മനസ്സിലായി. എന്തിനാ ഇങ്ങോട്ട് വന്നതെന്നാ മനസ്സിലാത്തെ? ഒരു വൈദ്യരെ കാണാൻ ആളുകൾ വരുന്നത് എന്തിനാണെന്നറിയോ? അതും മനസ്സിലായി. നമുക്ക് പിന്നെ എന്താണാവോ മനസ്സിലാവാത്തെ? ഇന്ന് ചൊവ്വാഴ്ച. ആരെങ്കിലും പറഞ്ഞു ഇന്ന് ബുധനാഴ്ചയാണെന്ന്? ടാക്സിയും പിടിച്ചു വന്നത് മനുഷ്യന്റെ മേക്കിട്ട് അറിയണോ? എന്താ എന്നെ പറ്റി ധരിച്ചിരിക്കണേ? വ്യാച്ച്മാനായിരിക്കും അല്ലേ? വാച്ച്മാനോ? ശിവ ശിവ, മാനവനെന്ന് കേട്ടിട്ടില്ല. അല്ല, ഇതാരൊക്കെയാ വന്നിരിക്കണേ? എന്താ ഇവിടെ നിന്ന് കളഞ്ഞത്? അപ്പോഴേ കുമാര ഇതിനൊന്ന് പിടിച്ച് കെട്ടണം. ഇപ്പൊ ആളുകളെ കണ്ടപ്പോ കുറയ്ക്കാൻ തുടങ്ങി, നാളെ കടിക്കും. കോരക്കിന് പട്ടി കടിക്കില്ല. അയ്യോ തിരുമേനി, ഇവര് ദേവേട്ടന്റെ വീട്ടിൽ നിന്നാണോ? എങ്കിൽ എന്താ ഇത് ആദ്യമേ പറയാതിരുന്നേ? അടുത്ത തവണ വരുമ്പോ ആദ്യം പറയാം. ഏതായി കുറുന്തോട്ടി ദുശകുനം? പേടിപ്പിക്കുന്നോ? ദേവേട്ട, വേണ്ട, ഇരുന്നോളൂ. എന്റെ അപ്പോ കരയണ്ടമ്മേ, ഒക്കെ ഭേദമുണ്ട്.
നീ പോന്നതിന് ശേഷം ഊണും ഉറക്കവും ഇല്ല ഇവൾക്ക്. സദാസമയം കരച്ചിലും പ്രാർത്ഥനയാ. അമ്മയ്ക്ക് സുഖാണോ? ഇനിയെങ്കിലും തീ വാളുന്ന സ്വഭാവം ഒന്ന് അടക്കി വെക്ക് നീ. അനുഭവിച്ചില്ല നീ എല്ലാം. കുടിയും കൂട്ടുകെട്ടും ഒക്കെ 4 നാഴിക നേരത്തേക്കുള്ള ഒരു വിഭ്രാന്തിയാണെന്ന് മനസ്സിലായില്ലേ? ഏത് ദേവേന്ദ്രൻ വീഴാനും ഒരുപാട് സമയമൊന്നും വേണ്ട ഈശ്വരൻ വിചാരിച്ചാൽ. ഇവിടെ നിങ്ങൾ എന്റെ കുട്ടിക്ക് ഇല്ല, ഈ ദീനപ്പാഴടുത്ത് നീ ഒന്നും മിണ്ടണില്ല. അച്യുതമാരെ എവിടെ ഉണ്ടാ പുൽപ്പള്ളി? മിണ്ടരുത്. കർമ്മഫലം കൊടുക്കാൻ നീ ആര്? സർവേശ്വരനോ? പ്രാർത്ഥിച്ചുകൊണ്ട് പറയാ, മറന്നു കളയാ കലിജമ്മത്തെ. കാണേണ്ടതൊന്നും നീ കണ്ടില്ല, കേൾക്കേണ്ടതൊന്നും കേട്ടില്ല. നീ തായമ്പോ കൊട്ടി പൂരപ്പറമ്പിൽ നിന്ന് തലയ്ക്ക് വെളിവില്ലാതെ തൊട്ടപ്പുറത്തെ ചുറ്റമ്പലത്തിനുള്ളിലെ ദൈവത്തെ തൊഴാൻ മറന്നു. അവിടെയാ പഠിച്ചേ. കുറ്റപ്പെടുത്തുകയല്ല ഞാൻ. ഗുരുവായൂരപ്പനാ അറ്റുപോയ നിന്റെ ആയുസ് തുന്നിക്കെട്ടി തന്നത്. അത് മറക്കരുത് നീ. കിട്ടുന്ന സമയത്തൊക്കെ ഹരേ ഹരേ എന്ന് ജപിക്കുക. കുമാര, ആ കണ്ണിലൊഴിക്കണം മരുന്നിനെടുത്തോ. ആരും എന്റെ കുട്ടിയെ വിഷമിപ്പിക്കരുത്. ഒഴിച്ചേരട്ടെ. വേണ്ട. തിരുമേനെ ഒന്ന് കാണണം. എന്നിട്ട് അധികം വയ്യാതെ ഞങ്ങളങ്ങ് ഇറങ്ങും. ആകരുതേ, വരിക. ഒരു കാര്യം ചോദിച്ചാൽ ദേഷ്യം വരുമോ? 2 ദിവസം ഞാനിവിടെ നിന്നോട്ടെ. എന്തിന്? ഈ കാൽക്കലിരുന്ന് നാരായണ നാമം ചൊല്ലാന്. വേണ്ട, അതിന് അമ്പലമുണ്ട്, പോയിക്കോളൂ. കഷായം. തിരുമേനി വരുന്നുണ്ട്. ഇരുന്നോളൂ, ഇരുന്നോളൂ. എങ്ങനെയുണ്ട് വേദന? ഇത്തിരി കുറവുണ്ട്. വിശാഖ നക്ഷത്രന്നല്ലേ പറഞ്ഞത്? അതെ. തുലാക്കൂറാവണം. ദശ വളരെ മോശ. രാജകൊട്ടാരത്തിൽ ജനിച്ച് കാരാഗ്രഹത്തിൽ ജീവിക്കുക. ചുറ്റും ബന്ധുജനങ്ങൾ ഉണ്ടായിട്ടും അനാഥനായിരുന്നു നിലവിളിക്കുക. ആകപ്പാട് ഒരു അപകട ജാതക ദേവന്റേത്. ഭയപ്പെടണ്ട. ഈശ്വര വിചാരം എല്ലാറ്റിനും ഒരു പരിഹാര. ഒട്ടും ഭയമില്ല. ശിരോരേഖയ്ക്ക് മുന്നിൽ നടക്കാമെന്ന മിഥ്യാധാരണയുമില്ല. മറ്റൊരു നിർഭാഗ്യ ജാതകം. ദേവന് ഇവിടെ കിടന്ന് ശ്വാസം മുട്ടുന്നുണ്ടോ? ഉണ്ടാവും. ചിട്ടയിലും അച്ചടക്കെട്ടിലും ഒക്കെ ജീവിച്ച് പരിചയമില്ലാത്ത ആളല്ലേ. ഇങ്ങനെ കെട്ടിപ്പൂട്ടിയിരിക്കണമെന്നൊന്നുമില്ല. വല്ലപ്പോഴും ഒന്ന് പുറത്തേക്കൊക്കെ ഇറങ്ങാം. നിനക്കും ആവാം ഇത്രയും സ്വാതന്ത്ര്യം. വല്ലതും ഒക്കെ പറയാൻ ഒരാളായില്ലോ. ജനിച്ച് കാരാഗ്രഹത്തിൽ ജീവിക്കുക, ചുറ്റും ബന്ധുജനങ്ങൾ ഉണ്ടായിട്ടും അനാഥനായി നിന്ന് നിലവിളിക്കുക ഒക്കെ കേട്ടപ്പോ മുത്തശ്ശൻ എന്റെ ജാതവും വായിക്കുകയാണോ എന്ന് തോന്നിപ്പോയി. ആദ്യം ഒരു അപസ്മാരത്തിലെ ലക്ഷണമായിട്ടാ തോന്നിയത്. പിന്നെ വല്ലാത്തൊരു ഉന്മാദ അവസ്ഥയായിരുന്നു അത്. ആ സമയത്ത് ബോധം ഉണ്ടാവും ചോദിച്ചാ അതെനിക്ക് നിശ്ചയില്ല. കാണുന്നതിലൊക്കെ കണ്ണീര് പറ്റിപ്പിടിച്ചതായി തോന്നാ. മുഖമില്ലാത്തൊരു സത്വവും അലർച്ചയോട് പിന്തുടരുന്നതായി തോന്നാ. അപ്പോഴുണ്ടാവണ ഒരു വിഭ്രാന്തി പറ്റി പറഞ്ഞ ദേവേട്ടിന് ക്ഷമിക്കണം, അങ്ങനെ വിളിക്കാവോന്നറിയില്ല. പലപ്പോഴും ആഗ്രഹിച്ചിട്ടുണ്ട്, പ്രാർത്ഥിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ളൊരു നിമിഷത്തില് ഈശ്വര എന്നെ അങ്ങ് തിരിച്ചു വിളിക്കണേ എന്ന്. അരുത്. ഇത്തരം നിമിഷങ്ങളിൽ തളർന്നു പോയാൽ പിന്നെ ഒരിക്കലും പിടിച്ചു നിൽക്കാൻ പറ്റിയെന്ന് വരില്ല. ഈ മഹാപ്രപഞ്ചത്തിലെ ഒരു മൺതരയിൽ പോലും അദൃശ്യമായ ഒരു ഈശ്വര സാന്നിധ്യം. ആ വിശ്വാസത്തെ മുറുകെ പിടിക്കുക.
മനസ്സ് ഭസ്മം തൊട്ട് തുടച്ചു മെനിക്ക് വയ്ക്കുക. ഒരു കലാകാരിയായി തീരുക എന്ന് വെച്ചാൽ എത്രയോ ജന്മാന്തരങ്ങളിലെ തപോഫലമാണ്. അറിയോ സീതാലക്ഷ്മിക്ക്? എന്നെ ഒരു വക്കീലാക്കാനാണ് അച്ഛൻ ആഗ്രഹിച്ചത്. ചെറുപ്പം നാൾ മുതലേ പൂരപ്പറമ്പിലും ചെണ്ടപ്പുറത്ത് കോല് വീഴുന്ന ദിക്കിലുമൊക്കെ ചുറ്റിക്കറങ്ങി നടക്കാനായിരുന്നു എനിക്ക് കൗതുകം. നിയമഗ്രന്ഥങ്ങളുടെ താളിയോലകൾ അരിച്ചു നടന്ന ഒരു പുഴുവായിരുന്നെങ്കിൽ ഞാൻ ഇന്ന് ഏതെങ്കിലും മജിസ്ട്രേറ്റ് കോടതിയിൽ തൂങ്ങിക്കൂടിയിരുന്നില്ലേ. അഹങ്കാരം പറയല്ല. അസ്ഥി ഒഴുക്കാൻ പാപനാശിനിയിലേക്ക് പോകുന്നവരുടെ കൂടെ അകമ്പടി സേവിച്ചു കൂട്ടുന്ന അതേ ചെണ്ട കൊണ്ട് സാൻ ഫ്രാൻസിസ്കോയിലും ജർമ്മനിയിലും പാരീസിലും ഒക്കെ ഇന്ദ്രജാലം കാണിച്ചു ഞാൻ. നായിപ്പ് ബോധമറ്റു നിന്നു. പൊന്നാടയും പാരിതോഷികങ്ങളും കാൽക്കൽ വെച്ച് നമസ്കരിച്ചു. അല കടലാണ്. ഒന്നുകിൽ അതിനെ പേടിച്ച് മാറി നിൽക്കുക, അല്ലെങ്കിൽ അതിൽ വീണ് മുങ്ങി മരിക്കുക. ഇത്രയും കാലം നീ പഠിച്ചു എന്ന് അവകാശപ്പെടുന്ന നൃത്യങ്ങളെല്ലാം താളവാദ്യങ്ങളുടെ കാലപ്രമാണത്തിനൊപ്പിച്ച് അവതരിപ്പിക്കാൻ കഴിയുമോ നിനക്ക്? നിന്റെ എല്ലാ അജീർണങ്ങളും മാറി നീ ഒരു മനുഷ്യ സ്ത്രീയാണ്. കാമുകിയാകും, ഭാര്യയാകും, അമ്മയാകും.